CA, CMA, CS ഇന്റർ IDTന്റെ കമ്മിങ് അറ്റംപ്റ്റ് ആയിട്ടുള്ള മെയ് ജൂൺക്ക് വേണ്ടിയിട്ടുള്ള അമെൻമെന്റ്സിന്റെ കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ ടോപ്പിക്സിന്റെ അമെൻമെന്റും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കുറച്ചേ ഉള്ളൂ, കുറെ അമെൻമെന്റ്സ് ഒന്നും ഇല്ല. വി ക്യാൻ ജസ്റ്റ് ഈസിലി വൈൻഡ് അപ്പ് ചെയ്യാം. ആകെ ഒരു 3 പേജ് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അതിൽ കാര്യമായിട്ടൊന്നുമില്ല. ഓക്കെ, നോക്കാം. ഫസ്റ്റത്തെ വണ്ണ് ടൈം ഓഫ് സപ്ലൈയിലെ കേസിലാണ്. ടൈം ഓഫ് സപ്ലൈയിൽ അമെൻമെന്റ് വന്നിട്ടുള്ളത് ഒന്ന് വൗച്ചേഴ്സിന്റെ ഒരു കേസ് ഉണ്ടായിരുന്നു. വൗച്ചേഴ്സിന്റെ കാര്യം പറയുന്നത്, വൗച്ചേഴ്സ് ഐഡന്റിഫയബിൾ ആണെങ്കിൽ അതിന്റെ ടൈം ഓഫ് സപ്ലൈ എങ്ങനെയാണ്, അൺഐഡന്റിഫയബിൾ ആണെങ്കിൽ എങ്ങനെയാണ് എന്നുള്ള ആ ഒരു സംഭവം തന്നെ റിമൂവ് ചെയ്തു. ഹാസ് ബീൻ റിമൂവ്ഡ്. വൗച്ചേഴ്സിന്റെ പ്രൊവിഷൻ കംപ്ലീറ്റ്ലി ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, റിമൂവ് ചെയ്തിട്ടുണ്ട്. ആ ടൈം ഓഫ് സപ്ലൈ പ്രൊവിഷൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് സപ്ലൈ അല്ല, നോട്ട് ട്രീറ്റഡ് ആസ് സപ്ലൈ ആസ് പെർ ദി റീസൺ സർക്കുലർ. സപ്ലൈ അല്ല, അതുകൊണ്ട് തന്നെ അതിന്റെ ടൈം ഓഫ് സപ്ലൈയുടെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ടാണ് അത് റിമൂവ് ചെയ്തത്. സോ അവർ റിമൂവ് ചെയ്ത കാര്യം മാത്രമേ ഇവിടെ പറയാൻ. അപ്പോൾ ആ പ്രൊവിഷൻ ഇനി പഠിക്കേണ്ട ആവശ്യമില്ല. ഐ തിങ്ക് ഇറ്റ്സ് സബ്സെക്ഷൻ 4 ആയിരുന്നു. അതിന്റെ സബ്സെക്ഷൻ 4 ആയിരുന്നു. സബ്സെക്ഷൻ 12 സെക്ഷൻ 12 സബ്സെക്ഷൻ 4 ഐ തിങ്ക്. സെക്ഷൻ 12 തന്നെ. ഓക്കെ, 12 or 13 സബ്സെക്ഷൻ 4. ഓക്കെ, നെക്സ്റ്റ് വാല്യൂ സപ്ലൈയിൽ ഒരു അഡീഷണൽ ക്ലാരിഫിക്കേഷൻ വന്നാണ്. വേറെ ഒന്നുമില്ല. ഒരു സെക്കൻഡറി ഡിസ്കൗണ്ട്, പോസ്റ്റ് സപ്ലൈ ഡിസ്കൗണ്ട് ഇല്ല, അതായത് നമ്മൾ ആഫ്റ്റർ ദി സപ്ലൈ ഡിസ്കൗണ്ട്. അപ്പോൾ ആ ഡിസ്കൗണ്ടിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ വന്നതാണ്. ആ ക്ലാരിഫിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡിസ്കൗണ്ട് കൊടുക്കൂലേ, ഈ GST ഡിസ്കൗണ്ട് അല്ല, ഫിനാൻഷ്യൽ ഓർ കൊമേഴ്ഷ്യൽ ഡിസ്കൗണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എന്താ പറയാ, GST ഡിസ്കൗണ്ട് അല്ല, അതായത് ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നതാണ്. ഡിസ്കൗണ്ടുമായി ബന്ധപ്പെട്ടിട്ടാണ് ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നത്. ആ ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നത് ഫിനാൻഷ്യൽ ഓർ കൊമേഴ്ഷ്യൽ ക്രെഡിറ്റ് നോട്ടാണ്, GST ക്രെഡിറ്റ് നോട്ട് അല്ല. അപ്പോൾ ഒരു ഡിസ്കൗണ്ട്, പോസ്റ്റ് സപ്ലൈ ഡിസ്കൗണ്ട് കൊടുത്തതാണ്. ബട്ട് അതൊരു അക്കൗണ്ട്സ് അഡ്ജസ്റ്റ്മെന്റ് മാത്രമാണ്. അക്കൗണ്ട്സിൽ ഉണ്ടായിരുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. ആ അഡ്ജസ്റ്റ്മെന്റിന്റെ പ്രകാരമായിട്ടാണ് ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്തത്. GST പ്രകാരമായിട്ടുള്ള ഒരു ക്രെഡിറ്റ് നോട്ട് അല്ല. ഓക്കെ, അപ്പോൾ ഒരു ജസ്റ്റ് ഇവിടെ പറയുന്നുണ്ട്, ഫിനാൻഷ്യൽ ഓർ കൊമേഴ്ഷ്യൽ ക്രെഡിറ്റ് നോട്ടാണ്, ഒരു GST ക്രെഡിറ്റ് നോട്ട് അല്ല. GST ക്രെഡിറ്റ് നോട്ട് അല്ലാത്തതുകൊണ്ട് തന്നെ ടാക്സിന്റെ, ഔട്ട്പുട്ട് ടാക്സിന്റെ ലയബിലിറ്റി എന്ത് ചെയ്യില്ല, കുറയില്ല, കുറയില്ല. ഓക്കെ, സോ നെയ്തർ സപ്ലൈസ് ലയബിലിറ്റി വിൽ ബി റെഡ്യൂസ്ഡ് നോർ ITC ഹാസ് ടു ബി റിവേഴ്സ്ഡ്. ഇവിടെ സപ്ലൈ, അതായത് ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി കുറയുന്നില്ല. അതുകൊണ്ട് തന്നെ റിസീപ്യന്റ് എന്ത് ചെയ്യേണ്ട, ITC റിവേഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം സാധാരണ പോസ്റ്റ് സപ്ലൈ ഡിസ്കൗണ്ട് ആണെങ്കിൽ റിസീപ്യന്റ് എന്ത് ചെയ്യണം, പ്രൊപ്പോർഷനേറ്റ് ITC റിവേഴ്സ് ചെയ്യണം. സോ ആ കേസ് ഇവിടെ വേണ്ട, കാരണം അത് നോക്കേ വേണ്ട. ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ടാക്സ് ലയബിലിറ്റി കുറയുന്നേ ഇല്ല. അതുകൊണ്ട് ഇവിടെ ITC എന്ത് ചെയ്യേണ്ട, റിവേഴ്സ് ചെയ്യാൻ വേണ്ട. കാരണം ടാക്സിൽ വ്യത്യാസം വരുന്നില്ല ഈ ഒരു ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്തുകൊണ്ട്. അത് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. അടുത്ത ചോദിക്കുന്നത്, വെദർ പോസ്റ്റ് സപ്ലൈ ഡിസ്കൗണ്ട് ക്യാൻ ബി ട്രീറ്റഡ് ആസ് കൺസിഡറേഷൻ പെയ്ഡ് ബൈ മാനുഫാക്ചറർ ഡീലിംഗ് ടു മാനുഫാക്ചറർ ടു ഡീലർ ഫോർ മേക്കിംഗ് ഫർദർ സപ്ലൈ. ഇതൊന്ന് കേൾക്കുക. അതായത് ഈ ഈ പ്രൊവിഷൻ, ഈ ഒരു ക്ലാരിഫിക്കേഷൻ വരുന്നത് ആരെ സംബന്ധിച്ചാ വെച്ച് കഴിഞ്ഞാൽ, മാനുഫാക്ചറിനെയും ഡീലറിനെയും സംബന്ധിച്ചാണ് നോക്കുന്നത്. അപ്പൊ മാനുഫാക്ചർ ഉണ്ട്, ഡീലർ ഉണ്ട്, അതിന് അപ്പുറത്ത് ഒരു കസ്റ്റമർ ഉണ്ട്. മാനുഫാക്ചർ ഡീലർക്ക് സാധനം വെച്ച് കൊടുക്കും, ഡീലർ കസ്റ്റമർക്ക് കൊടുക്കും. അപ്പൊ ഇവിടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഡീലർ സാധാരണ ഈ ഒരു കസ്റ്റമറിന് വിൽക്കുന്ന വാല്യൂ 10,000 റുപ്പീസ് ആണ്. 10,000 രൂപക്കാണ് ഡീലർ സാധാരണ കസ്റ്റമറിന് ഈ സാധനം വിൽക്കല്. ബട്ട് മാനുഫാക്ചർ ഡീലറോട് പറഞ്ഞ് ഇത് കസ്റ്റമറിന് എത്ര രൂപ കൊടുത്താൽ മതി, 9,000 കൊടുത്താൽ മതി. 10,000 പ്ലസ് GSTക്കാണ് സാധാരണ കൊടുക്കല്. മാനുഫാക്ചർ പറഞ്ഞ് ഇത് കസ്റ്റമർക്ക് 9,000 പ്ലസ് GSTയിൽ കൊടുത്താൽ മതി. ആ 1,000 റുപ്പീസ് അഡീഷണലി ആര് റീഇംബേഴ്സ് ചെയ്യും, ഈ മാനുഫാക്ചർ ഡീലർക്ക് റീഇംബേഴ്സ് ചെയ്യും. ഓക്കെ, സോ ഈ ഡിസ്കൗണ്ട് കൊടുത്തത് എന്തിന്റെ പേരിലാണ്, മാനുഫാക്ചർ പറഞ്ഞതിന്റെ പേരിലാണ് ഡിസ്കൗണ്ട് കൊടുത്തത്. ഓക്കെ, സോ ഡിസ്കൗണ്ട് കൊടുത്തത് മാനുഫാക്ചർ പറഞ്ഞതിന്റെ പേരിലാണ്. അപ്പോൾ 10,000 പ്ലസ് GSTക്ക് ഡീലർ കൊടുക്കേണ്ട സാധനം കസ്റ്റമർക്ക്, എന്റെ കസ്റ്റമർക്ക് ഡീലർ കൊടുക്കുന്നത് 9,000 പ്ലസ് GSTക്കാണ്. 1,000 റുപ്പീസ് ആര് റീഇംബേഴ്സ് ചെയ്യും, മാനുഫാക്ചർ റീഇംബേഴ്സ് ചെയ്യും. അപ്പൊ ഇവിടെ ചോദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ കൊടുക്കുന്ന ഡിസ്കൗണ്ട് പോലെ കൊടുക്കുന്നത്, ഫർദർ റീഇംബേഴ്സ് ചെയ്യുന്നത്, അത് കൺസിഡറേഷൻ പെയ്ഡ് ബൈ മാനുഫാക്ചർ ടു ഡീലർ ആണോ? അതായത് അത് മാനുഫാക്ചറർ സപ്ലൈ കൂട്ടാൻ വേണ്ടിയിട്ട്, നല്ലോണം കച്ചവടം നടക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് കൺസിഡറേഷൻ പോലെ എങ്ങനെ ആവുമോ? അപ്പൊ അത് സപ്ലൈ ആവുമോ എന്നൊക്കെയാണ് ചോദ്യം. ആ ഒരു എമൗണ്ട് ഓഫ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത് ഒരു സപ്ലൈ ആവുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ പറയാണ്, മാനുഫാക്ചററും എൻഡ് കസ്റ്റമറും തമ്മിൽ എഗ്രിമെന്റ് ഒന്നും ഇല്ലെങ്കിൽ അത് സപ്ലൈ അല്ല. മാനുഫാക്ചററും എൻഡ് കസ്റ്റമറും തമ്മിൽ വല്ല എഗ്രിമെന്റ് ഉണ്ട്, ഇങ്ങനെ ഡിസ്കൗണ്ട് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല എഗ്രിമെന്റ് ഓൾറെഡി ഉണ്ടെങ്കിൽ അതൊരു സപ്ലൈ ആണ്, ഇൻക്ലൂഡഡ് ഇൻ സപ്ലൈ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ഇതിന്റെ ഇത് ഇത്രയേ ഉള്ളൂ. അതായത് ആ 10,000 റുപ്പീസ് പ്ലസ് GSTയിൽ വിൽക്കേണ്ട സാധനം ഡീലർ കൊടുക്കേണ്ട സാധനം മാനുഫാക്ചർ ഡീലർക്ക് ആ സംഖ്യക്ക് നീക്കാനും വിറ്റിട്ടുണ്ടാവുക. ഓക്കെ, അതും കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റിലാണ് ഡീലർ എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ കസ്റ്റമറിന് വിൽക്കുന്നത്. ഇനി ഡീലറോട് പറഞ്ഞ് മാനുഫാക്ചറർ ഈ പറഞ്ഞ സാധനം 9,000 പ്ലസ് GSTയിൽ കൊടുത്താൽ മതി. 1,000 റുപ്പീസ് മാനുഫാക്ചറർ ആർക്ക് റീഇംബേഴ്സ് ചെയ്യും, ഈ ഡീലർക്ക് റീഇംബേഴ്സ് ചെയ്യും. ആ 1,000 റുപ്പീസ് സപ്ലൈ ആണോ അല്ലേ എന്നാണ് ചോദ്യം.
കാരണം ഡീലർ ഇവിടെ ഈ മാനുഫാക്ചർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുത്തതാണോ സംതിങ് അങ്ങനെയാണോ അതിനൊരു സപ്ലൈ ആവുമെന്ന് വെച്ചാൽ അപ്പോൾ ഇവിടെ പറയുന്ന അത്രയേ ഉള്ളൂ. ആ മാനുഫാക്ചറർ കസ്റ്റമറായിട്ട് ഒരു എഗ്രിമെന്റ് ഒന്നും ഇല്ലെങ്കിൽ അത് സപ്ലൈ അല്ല. വല്ല എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ ആ കൺസിഡറേഷൻ കോളിൽ കൊടുക്കുന്ന ആ റീംബേഴ്സ് ചെയ്യുന്ന ആ എമൗണ്ട് ഇല്ലേ, ₹1000, അത് സപ്ലൈ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇതേപോലെ തന്നെ വരുന്ന അടുത്തൊരു സാധനമാണ് അടുത്തത്. അതായത് പോസ്റ്റ് സപ്ലൈ ഡിസ്കൗണ്ട് ക്യാൻ ബി ട്രീറ്റഡ് ആസ് കൺസിഡറേഷൻ പെയ്ഡ് ബൈ മാനുഫാക്ചർ ഇൻ ലീവ് ഓഫ് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മാനുഫാക്ചർക്ക് വേണ്ടിയിട്ട് ഡീലർ ഒരുപാട് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ചെയ്യും. അതായത് എന്താ പറയാ, ഈ അഡ്വർടൈസ്മെന്റ്, ബ്രാൻഡിങ്ങിന്റെ പരിപാടി. ഇപ്പൊ ഈ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്ന ആൾക്കാരൊക്കെ, ഈ ഡിസ്ട്രിബ്യൂഷൻസ് എടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ മാനുഫാക്ചറർ എടുക്കുന്ന ഡിസ്ട്രിബ്യൂഷൻസ് എടുക്കുക, ഡീലേഴ്സ്. ആ ഡീലർമാർ അഡ്വർടൈസ്മെന്റ് ഒരുപാട് ചെയ്യും. അപ്പൊ ആ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നതിന് റീഇംബേഴ്സ് ചെയ്യും. ആര് റീഇംബേഴ്സ് ചെയ്യും? ഈ മാനുഫാക്ചറർ റീഇംബേഴ്സ് ചെയ്യും. ഓക്കെ, തിരിച്ചിങ്ങോട്ട് തന്നെ ആ പൈസ, ആ എത്രയാണോ ഇവർക്ക് ചെലവായ എക്സ്പെൻസ്, അത് റീഇംബേഴ്സ് ചെയ്യും. അങ്ങനെ അതൊരു ഡിസ്കൗണ്ട് പോലെയാണ്, പോസ്റ്റ് സപ്ലൈ ഡിസ്കൗണ്ട് പോലെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ പിന്നീട് റീഇംബേഴ്സ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ആ റീഇംബേഴ്സ് ചെയ്യുന്നത് ആക്ച്വലി അത് സപ്ലൈ ആണോ അല്ലേ? കാരണം ഈ പ്രൊമോഷണൽ ആക്ടിവിറ്റി ചെയ്തു കൊടുത്തോണ്ടല്ലേ അങ്ങനെ ഒരു പൈസ അവർ കൊടുക്കുന്നത്. അപ്പൊ അത് സപ്ലൈ ആവുമോ അല്ലേ എന്നുള്ളതാണ് ചോദ്യം. However, only if dealer undertakes specific promotional activities that is advertisement, branding, etc., and for that consideration must clearly stated in the agreement. ഒരു മാനുഫാക്ചററും ഡീലറും തമ്മിൽ എഗ്രിമെന്റ് ഉണ്ട്. ആ എഗ്രിമെന്റിൽ പറയുന്നുണ്ട് ഡീലർ മാനുഫാക്ചറിന് വേണ്ടിയിട്ട് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ആയിട്ടുള്ള ബ്രാൻഡിങ്, അഡ്വർടൈസ്മെന്റ് ഒക്കെ ചെയ്യണം. അതിന്റെ ആ ചെയ്യുന്ന സർവീസുമായി ബന്ധപ്പെട്ടിട്ട് ഒരു എമൗണ്ട് എക്സ്ട്രാ പേ ചെയ്യണം. അല്ലെങ്കിൽ ആ എത്രയാണോ അവർക്ക് അഡ്വർടൈസ്മെന്റ് ഒക്കെ ചെലവായത് അത് പ്ലസ് ഒരു സർവീസ് ഫീ ആയിട്ട് ഒരു എമൗണ്ട് ഈ മാനുഫാക്ചർ ഡീലർക്ക് പേ ചെയ്യണം എന്നുള്ള എഗ്രിമെന്റ് വല്ലതൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെ പേ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ആക്ടിവിറ്റിയാണ്, അതൊരു സർവീസ്. എന്ത് പ്രൊമോഷണൽ അല്ലെങ്കിൽ ബ്രാൻഡിങ്, അഡ്വർടൈസ്മെന്റ് സർവീസ് ഡീലർ മാനുഫാക്ചർക്ക് ചെയ്തു കൊടുക്കുന്ന പോലെയാണ്. ആയതിനാൽ അതെന്തായിരിക്കും? സപ്ലൈ ആയിരിക്കും. കാരണം അതിന് എമൗണ്ട് ഓഫ് കൺസിഡറേഷൻ വാങ്ങുന്നുണ്ട്. അപ്പൊ അവിടെ എന്താ പറയുന്നത്? ഡീലർ മാനുഫാക്ചറിന് വേണ്ടിയിട്ട് ഒരുപാട് അഡ്വർടൈസ്മെന്റ്, പ്രൊമോട്ടും, ബ്രാൻഡിങ് ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട്. അത് സ്വന്തം പോക്കറ്റ് നിന്നാണെങ്കിലും മാനുഫാക്ചർ ഒന്നും തിരിച്ച് റീംബേഴ്സ് ഒന്നുമില്ല. ഡീലർ സ്വന്തം പോക്കറ്റിൽ നിന്ന് അഡ്വർടൈസ്മെന്റ്, ബ്രാൻഡിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് സപ്ലൈ ആണോ? അല്ല. കാരണം ആ ബ്രാൻഡിങ്, അഡ്വർടൈസ്മെന്റ് സ്വന്തം എക്സ്പെൻസ് പോലെയാണ് ഡീലർ ചെയ്യുന്നത്. ദർ ഇസ് നോ റീഇംബേഴ്സ്മെന്റ് പ്ലസ് അഡീഷണൽ ഫീസ് ഒന്നും ആരെങ്കിലും കിട്ടുന്നില്ല, മാനുഫാക്ചറേക്കൊന്നും കിട്ടുന്നില്ല. അപ്പൊ ഈ ചോദ്യം എപ്പോഴാണ് വരുന്നത്? ഡീലറും മാനുഫാക്ചറും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ട്. ആ എഗ്രിമെന്റിൽ ഡീലർ പറയുന്നുണ്ട് ഞാൻ പ്രൊമോഷണൽ, ബ്രാൻഡിങ്, ഈ അഡ്വർടൈസ്മെന്റ് ആക്ടിവിറ്റീസ് ഞാൻ ചെയ്യുന്ന എക്സ്പെൻസ് പ്ലസ് അതിന്റെ സർവീസ് ഫീ എന്ത് ചെയ്യണം, എനിക്ക് തിരിച്ചു തരണം എന്നുള്ള ഒരു എഗ്രിമെന്റ് അവർ തമ്മിൽ ഉണ്ടെങ്കിൽ ദെൻ ആ ഡീലർ ഒരു സപ്ലൈ ഓഫ് സർവീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്ത് സർവീസാണ് ചെയ്ത് കൊടുക്കുന്ന? മാനുഫാക്ചറിന് ഒരു സർവീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്ത്? പ്രൊമോഷണൽ, ബ്രാൻഡിങ്, അഡ്വർടൈസ്മെന്റ് സർവീസ്, ഇങ്ങനത്തെ ഒരു സർവീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആയതിനാൽ അതെന്താണ്? സപ്ലൈ ആണ്. അപ്പൊ ഒരു എഗ്രിമെന്റ് വേണം. അവർ ആ എഗ്രീഡ് ആയിരിക്കണം എമൗണ്ട്, കാര്യങ്ങൾ, എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ളത്. എഗ്രീഡ് ആണെങ്കിൽ ദെൻ ഇറ്റ് ഈസ് എ സപ്ലൈ. അതർവൈസ് ഇറ്റ് ഈസ് നോട്ട് എ സപ്ലൈ. ഓക്കെ, ഇത് മച്ച് ഇമ്പോർട്ടൻ്റ് അല്ല. ഞാൻ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഞാൻ പറയുന്നില്ല. നോട്ട് മച്ച് ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒരു അഡീഷണൽ സർക്കുലർ റിലീസ് ചെയ്താണ്. ബട്ട് ഇതെന്താണെന്ന് അറിയോ? ഇത് പ്രാക്ടിക്കൽ റെലവൻസ് ഉള്ള പോയിന്റാണ്. ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ ഒക്കെ കേസിൽ ഈ അഡ്വർടൈസ്മെന്റ് കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ നടക്കലുണ്ട്. അതേപോലെ തന്നെ ഈ ക്രെഡിറ്റ് നോട്ടിന്റെ കാര്യം നടക്കലുണ്ട്. ഈ ഒരു സംഭവം മോർ ഇമ്പോർട്ടൻറ്റ് ഫ്രം ദി പ്രാക്ടിക്കൽ പെർസ്പെക്റ്റീവ്. കാരണം ഇങ്ങനത്തെ കൊമേഴ്ഷ്യൽ ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്ന കേസ് വരാറുണ്ട്. അതേപോലെ തന്നെ ഈ മാനുഫാക്ചറിന്റെ ഈ മാനുഫാക്ചർ ഡീലറിന്റെ കേസിൽ ഇതേപോലെ അഡ്വർടൈസ്മെന്റിന്റെ ആക്ടിവിറ്റീസിന്റെ പ്രൊവിഷൻ വരാറുണ്ട്. അതേപോലെ ഈ പറഞ്ഞ ഫർദർ സപ്ലൈ ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള കേസസ് വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെ പ്രാക്ടിക്കൽ പെർസ്പെക്റ്റീവിൽ ടു മച്ച് ഇമ്പോർട്ടൻസ് വരുന്ന ഏരിയാസ് ആയിരുന്നു. അത്ര വലിയ ഇമ്പോർട്ടൻസ് പറയുന്നില്ല. അടുത്തത് ഇലക്ട്രോണിക് കൊമേഴ്സ് ട്രാൻസാക്ഷൻ, സെക്ഷൻ 9 സബ്സെക്ഷൻ 5 എന്നൊരു സെക്ഷൻ ഉണ്ട്. ഓക്കെ, സെക്ഷൻ 9 സബ്സെക്ഷൻ 5. ഓക്കെ, നമ്മളെ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സെക്ഷൻ ആണ്. IGST-ലാണെങ്കിൽ 5 സബ്സെക്ഷൻ 5. നമ്മളെ ഓയോ, ഊബർ, സൊമാറ്റോ ഒക്കെ തുടങ്ങിയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആൾക്കാരില്ലേ, അതിലൂടെ സർവീസ് ചെയ്യുന്ന ആ സ്കീം, അതാണ് നമ്മളെ സെക്ഷൻ 9 സബ്സെക്ഷൻ 5 പറയുന്നത്. അതിൽ ഒരു സർവീസും കൂടി ആഡ് ചെയ്തു. ആ സർവീസിൽ ഓയോ, ഊബർ, സൊമാറ്റോയിൽ ലോക്കൽ ഡെലിവറി സർവീസും കൂടി അതിൽ ആഡ് ചെയ്തു. ലോക്കൽ ഡെലിവറി സർവീസ്, അതായത് ഓയോ ചെയ്യുന്ന സർവീസ്, അതേപോലെ ഊബർ സർവീസ്, സൊമാറ്റോ സർവീസ്, അങ്ങനെ പറയുന്നുണ്ടല്ലോ. റെസ്റ്റോറൻറ്റ് സർവീസ് അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഉപയോഗിച്ചിട്ടുള്ള സർവീസ്. ആ സർവീസിൽ ലോക്കൽ ഡെലിവറി സർവീസ് എന്നുള്ള സർവീസും കൂടി അഡീഷണലി ആഡ് ചെയ്തു. അപ്പൊ അതിലൂടെ സർവീസ് ചെയ്യുന്ന കേസും ഏതിൽ വരും? സെക്ഷൻ 9 സബ്സെക്ഷൻ 5 ഇൻക്ലൂഡഡ് ആവും. ബട്ട് അവിടെ പറയുന്ന അതേ പ്രൊവിഷൻ തന്നെ അതിൽ ഇൻക്ലൂഡഡ് ആവാത്ത ആൾക്കാർ ആരാ? അതിൽ സപ്ലയർ ഈസ് ലയബിൾ ടു രജിസ്റ്റർ അണ്ടർ സെക്ഷൻ 22. ഓൾറെഡി GST രജിസ്ട്രേഷൻ എടുത്ത ആൾക്കാരാണെങ്കിൽ അത് ഇൻക്ലൂഡ് അല്ല. അതായത് ലോക്കൽ ഡെലിവറി സർവീസസ് ചെയ്യുന്ന ആൾക്കാർ, ലോക്കൽ ഡെലിവറി സർവീസസിന്റെ വല്ല ഈ ചെയ്യുന്ന സൊമാറ്റോ പോലെ തന്നെ ലോക്കൽ ഡെലിവറി സർവീസ് ചെയ്യുന്ന സംതിങ് ആപ്പ് ഓർ സംതിങ് ഉണ്ടെങ്കിൽ അതിൽ രജിസ്റ്റർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആ രജിസ്റ്റർ ചെയ്ത ആൾക്കാർ ഈ ഓൾറെഡി GST രജിസ്ട്രേഷൻ എടുത്ത ആൾക്കാരാണെങ്കിൽ ഈ സെക്ഷനുമായി ബന്ധപ്പെട്ടല്ല.
എക്സെപ്റ്റ് അവരെ ഇതിന്ന് എക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലാത്ത കേസാണ് ഈ സെക്ഷൻ അപ്ലിക്കബിൾ. അത് അവിടെ പറയുന്ന അതേ സാധനം തന്നെ ഈ ഓയോ ഊബർ സൊമാറ്റോന്റെ കേസിൽ ഒരു സർവീസ് കൂടി ആഡ് ചെയ്തു, ലോക്കൽ ഡെലിവറി സർവീസ് കൂടി ആഡ് ചെയ്തു. ഈ പ്രൊവിഷൻ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ചാർജ് ഓഫ് GST എന്നുള്ള ആ പോർഷനിൽ ഞാൻ ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഐ തിങ്ക് ആ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നി. ഈ പ്രൊവിഷൻ സെക്ഷൻ 9 സബ്സെക്ഷൻ 5 ആണ് ഇതിനെ ലിങ്ക് ചെയ്യേണ്ട പോയിന്റ്. ആ സെക്ഷൻ 9 സബ്സെക്ഷൻ 5 പഠിച്ചാലേ ഈ കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവുള്ളൂ. കുറെ ആൾക്കാർ ഇത് പഠിക്കാറില്ല, സെക്ഷൻ 9 സബ്സെക്ഷൻ 5 എന്നുള്ള ഏരിയ. ആ സെക്ഷനുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് ഈ ഓയോ ഊബർ സൊമാറ്റോ എന്നുള്ള ആ കാറ്റഗറിയിലോട്ട് ഒരാളെയും കൂടി ആഡ് ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു അമെന്റ്മെന്റോട് ഉദ്ദേശിക്കുന്നത്. ലോക്കൽ ഡെലിവറി സർവീസും കൂടി ആഡ് ചെയ്തു. അത് ഈ പോർട്ടർക്ക് പോലത്തെ സർവീസ് ഇല്ല, ലോക്കൽ ആയിട്ടുള്ള സർവീസസ് അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് കൊടുക്കുന്ന ഒരു സംഭവം കൂടി ഇതിൽ ആഡ് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ്, റിട്ടേൺസിൽ എന്താ എഗ്രിമെന്റ്? റിട്ടേൺസിൽ ആകെ ഒരു എപ്പോഴും എല്ലാ വർഷം വരുന്നത് തന്നെ ആനുവൽ റിട്ടേൺ ഈസ് നോട്ട് കമ്പൽസറി ഫോർ 2 കോടിന്റെ താഴെയുള്ളവർക്ക്. ആനുവൽ റിട്ടേൺ എന്തല്ല കമ്പൽസറി അല്ല 2 കോടിന്റെ താഴെയുള്ളവർക്ക്. ഓക്കെ, സോ 2 കോടി എക്സീഡ് ചെയ്താൽ മാത്രം GSTR 9 ഫയൽ ചെയ്താൽ മതി. എക്സെപ്റ്റ് CTP NRTP ഒന്നും തീരെ അപ്ലിക്കബിൾ അല്ല, ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറിന് അപ്ലിക്കബിൾ അല്ല, TDS TCS കളക്ടർ ഡയറക്ടറിനും അപ്ലിക്കബിൾ അല്ല. ഓക്കെ, ഇത് ഓൾവേസ് എല്ലാ വർഷവും വരുന്ന നോട്ടിഫിക്കേഷൻ ആണ്. 2 കോടിന്റെ മുകളിൽ പോയാൽ മാത്രം GSTR 9 ഫയൽ ചെയ്താൽ മതി എന്നുള്ള പ്രൊവിഷൻ. റിവേഴ്സ് ചാർജിൽ ചേഞ്ച് വന്ന 2 കേസിലാണ്, GTAന്റെ കേസിലും അതേപോലെ തന്നെ നമ്മുടെ ഈ മോട്ടോർ വെഹിക്കിൾ റെന്റിന് കൊടുക്കുന്ന ഇൻക്ലൂഡിംഗ് കൺസിഡറേഷൻ എന്നുള്ള കേസിലും. ഈ 2 കേസിലാണ് എന്തിന് വന്നത് നമ്മളെ റിവേഴ്സ് ചാർജിൽ വന്ന ചേഞ്ച്. ആ ചേഞ്ച് ഇത്രയേ ഉള്ളൂ. അവിടെ 12% തന്നായിരുന്നു, അത് 18% ആക്കിയതാണ് ചേഞ്ച്. അപ്പം ഈ GTAന്റെ കേസിൽ GTAക്ക് വേണമെങ്കിൽ FCM ഓപ്റ്റ് ചെയ്യാം. അങ്ങനെ FCM ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് 5% വിത്തൗട്ട് ITC ആൻഡ് 12% വിത്ത് ITC എന്നായിരുന്നു പണ്ട് ഉണ്ടായിരുന്നത്. അതിപ്പോൾ മാറിയിട്ട് 18% ആയി. കാരണം GST റേറ്റ് ഒക്കെ മാറിയില്ലേ, 12 സ്ലാബ് ഒക്കെ ഒഴിവാക്കിയില്ലേ. ആ 12 സ്ലാബ് ഒഴിവാക്കി നേരെ 18 കാണ് കയറിയത്. അതാണ് ഇവിടെ വന്ന GTAയിൽ വന്ന ചേഞ്ച്. ഓൾറെഡി നമ്മളെ GTA ചാപ്റ്ററിൽ എക്സ്പ്ലെയിൻ ചെയ്ത സാധനമാണ്. അവിടെ ഈ 12 നീക്കാരം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവുക. അതിപ്പോൾ 18 ആയിട്ടുണ്ട് എന്നുള്ള ചേഞ്ച് മാത്രമേ ഉള്ളൂ, വേറെ ഒരു ചേഞ്ചും ഇല്ല നമ്മളെ GTAന്റെ റിവേഴ്സ് ചാർജിന്റെ കേസിൽ. സോ കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമില്ലാന്ന് തോന്നുന്നു. 18% ആക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് റെന്റിംഗ് ഓഫ് മോട്ടോർ വെഹിക്കിളിന്റെ സെയിം, അവിടെയും 12% അത് 18 ആക്കിയിട്ടുണ്ട്. ഇവിടെയും FCMന്റെ കാര്യം വരുന്നുണ്ട്. ആ FCMന്റെ കാര്യം വരുന്നിടത്ത് ഫോർവേഡ് ചാർജ് വരുന്ന കേസിൽ എത്ര വരിക? 12 ആയിരുന്നു മുന്നേ, ഇപ്പൊ 18 ആണ്. ആ ചേഞ്ച് മാത്രമേ ഉള്ളൂ. 12 ഉള്ളിടത്തൊക്കെ 18 ആയി. ഈ 2 കേസിലും 12 ഉള്ളിടത്ത് 18 ആയി എന്നുള്ള ചേഞ്ച് മാത്രമേ ഉള്ളൂ. വേറെ ചേഞ്ചസ് ഒന്നുമില്ല. ഇതും നമ്മളുടെ ആ പഴയ വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള സെയിം കാര്യം തന്നെയാണ്. ആ 12 ഉള്ളിടത്ത് 18 ആക്കിയിട്ട് കണ്ടാൽ മതി എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. ഓക്കെ, അതും കഴിഞ്ഞു. എക്സംഷൻസിൽ ഒരു പുതിയ എക്സംഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ ഇൻട്രൊഡ്യൂസ് ചെയ്ത എക്സംഷൻ ഇതാണ്. ലൈഫ് ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലേ, മോട്ടോർ വെഹിക്കിൾ ഇൻഷുറൻസ് ഇല്ല കേട്ടോ, ലൈഫും ഹെൽത്ത് ഇൻഷുറൻസും മാത്രമേ ഉള്ളൂ. അതെന്തായി? പ്രൊവൈഡഡ് ബൈ ഇൻഷുറർ ടു ഇൻഷുർ വേർ ഇൻഷുർ ഈസ് നോട്ട് എ ഗ്രൂപ്പ് ഇൻഷുറൻസ് അല്ലാത്ത എല്ലാ ഇൻഷുറൻസ്, അതായത് നോർമൽ നമ്മളൊക്കെ എടുക്കുന്ന ലൈഫ് ഇൻഷുറൻസ് ഇല്ലേ, ആ ലൈഫ് ഇൻഷുറൻസ് എന്താണ്? ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. അതിന്റെ മുകളിൽ പ്രീമിയത്തിന്റെ മുകളിൽ എന്ത് ചെയ്യണ്ട? എന്ത് ചെയ്യണ്ട? GST പേ ചെയ്യേണ്ട ആവശ്യമില്ല. സോ പ്രീമിയം ഈസ് ടാക്സ് ഫ്രീ നൗ. Exemption is applicable where insured is an individual or individual and his family as a group. Family includes all individual insured as a family under contract. അപ്പോൾ individual and his family അത് മാത്രമേ ഇതിൽ പെടുള്ളൂ. Exemption is not applicable as such an insurance taken for a group either as employer or otherwise. എംപ്ലോയീസിന് വേണ്ടി ഗ്രൂപ്പ് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ അത് ഇതിൽ പെടില്ല. ഇതിലെ പോയിന്റ് ആണ്. അതായത് ഇപ്പം ഞാൻ എൻ്റെ ഫാമിലി എനിക്ക് വേണ്ടി എൻ്റെ ഫാമിലീസിന് വേണ്ടിയിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ പ്രശ്നമില്ല, എക്സംപ്റ്റഡ് ആണ്, അതായത് ടാക്സ് ഫ്രീ ആണ്. ബട്ട് ഞാൻ എംപ്ലോയർ ആണ്, എംപ്ലോയീസിന്റെ പേരിൽ മൊത്തത്തിൽ ഗ്രൂപ്പ് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് എക്സംപ്റ്റഡ്. ഓക്കെ, ഗ്രൂപ്പ് ഇൻഷുറൻസ് എക്സംപ്റ്റഡ്, അതാണ് ഇവിടെ നോട്ട് എ ഗ്രൂപ്പ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, റീ ഇൻഷുറൻസ് ഓഫ് ദി അബോവ് ഷാൾ ഓൾസോ ബി എക്സംപ്റ്റഡ്. അതായത് റീ ഇൻഷുറൻസ് പരിപാടി ഇല്ലേ, ഇൻഷുറൻസ് കമ്പനി രണ്ടാമത് റീ ഇൻഷുറൻസ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഇൻഷുറൻസ് കമ്പനി മറ്റു ഇൻഷുറൻസ് കമ്പനിയായിട്ട് ലിങ്ക് ചെയ്തിട്ട് അങ്ങനെ ആ റീ ഇൻഷുറൻസും എന്താണ്? എക്സംപ്റ്റഡ് ആയിരിക്കും. അതായത് ലൈഫ് ഹെൽത്ത് ഇൻഷുറൻസ് ഓൾറെഡി എക്സംപ്റ്റഡ് അല്ലേ, സോ അതിന്റെ റീ ഇൻഷുറൻസ് എന്താണ്? എക്സംപ്റ്റഡ് ആയിരിക്കും. ഇനി അമെൻഡ് ചെയ്ത എക്സംഷനിൽ ഒരു അമെൻമെന്റാണ് നടന്നത്. അതായത് ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ, അതായത് ട്രാൻസ്പോർട്ട് ഓഫ് ഗുഡ്സിന്റെ ഒരു കേസ് ഉണ്ടായിരുന്നില്ല. ട്രാൻസ്പോർട്ട് ഓഫ് ഗുഡ്സിൽ റോഡ് എക്സംപ്റ്റ് ആവും, ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ ബൈ റോഡ് എക്സെപ്റ്റ് GTA ഓർ കൊറിയർ ഏജൻസി. ഇൻലാൻഡ് വാട്ടർ വേസും എക്സംപ്റ്റ് ആവും. അതൊന്ന് മാറിയിട്ട് ഏർലിയർ ഇങ്ങനെ ആയിരുന്നു, ഇപ്പൊ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ട്രാൻസ്പോർട്ട് ഓഫ് ഗുഡ്സ് ബൈ റോഡ് എക്സെപ്റ്റ് GTA ഓർ കൊറിയർ ഏജൻസി ഓർ ലോക്കൽ ഡെലിവറി സർവീസും കൂടി ആഡ് ചെയ്തു, അത്രയേ ഉള്ളൂ. അതായത് റോഡ് എക്സംപ്റ്റ് ആവും, ബട്ട് എക്സെപ്റ്റ് GTA എക്സംപ്റ്റ് അല്ല, കൊറിയർ ഏജൻസി എക്സംപ്റ്റ് അല്ല. അതിന്റെ അടുത്ത് പണ്ടുണ്ടായിരുന്നത്. ഇവിടെ ഒരു സാധനം കൂടി ചേർത്തു, ലോക്കൽ ഡെലിവറി സർവീസസ്. നേരത്തെ നമ്മൾ എക്കോയിൽ കണ്ടില്ലേ, സെക്ഷൻ 9 സബ്സെക്ഷൻ 5 ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ, നമ്മളെ ഓയോ ഊബർ, ആ കേസിൽ വന്ന ലോക്കൽ ഡെലിവറി ഇല്ലേ പുതിയ ആഡ് ചെയ്ത്, അത് ഇവിടെ ആഡ് ചെയ്ത്. ലോക്കൽ ഡെലിവറി സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഈക്വലൂടെ പ്രൊവൈഡ് ചെയ്യുന്ന കേസാണെന്നുണ്ടെങ്കിൽ അവരും ഈ പറഞ്ഞ എക്സെപ്ഷൻ കിട്ടൂല. ഇറ്റ് ഈസ് ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ ലോക്കൽ ഡെലിവറി സർവീസ് ത്രൂ ചെയ്യാന്നുണ്ടെങ്കിൽ, അവിടെ പോർട്ടറൊക്കെ പറഞ്ഞില്ലേ അങ്ങനത്തെ, അതാണ് ലോക്കൽ ഡെലിവറി സർവീസ്. അപ്പോൾ ലോക്കൽ ഡെലിവറി സർവീസ് ത്രൂ ഇക്കോ ചെയ്യാന്നുണ്ടെങ്കിൽ
ഇറ്റ് ഈസ് നോട്ട് അക്സെപ്റ്റഡ്, ഇറ്റ് ഈസ് ടാക്സബിൾ. ഓക്കെ, സോ ഇൻലാൻഡ് വാട്ടർ സർവീസ്. അപ്പോൾ ഇത് മാത്രം ഒന്ന് ആഡ് ചെയ്തേ ഉള്ളൂ ഈ ഒരു സാധനം, ലോക്കൽ ഡെലിവറി സർവീസ് ഒന്ന് ആഡ് ചെയ്തു. അപ്പോൾ നിങ്ങളുടെ ബുക്കിൽ എന്ത് ചെയ്യുക, ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അത് മാത്രമേ ചേഞ്ച് ഉള്ളൂ. പിന്നെന്താ ചേഞ്ച് ടാക്സ് റേറ്റ് മാറി അറിയാലോ. 5, 12, 18, 28 എന്നുള്ളത് മാറിയിട്ട് എന്തായി, 12ഉം എന്താ പറയാ 12ഉം 28ഉം എന്ത് ചെയ്തു, റിമൂവ് ചെയ്തു. ഇപ്പൊ ടാക്സ് റേറ്റ് നമ്മളെ എക്സാമിന് സമയം 22 സെപ്റ്റംബർ 2025 അപ്ലിക്കബിൾ ആയത്. ടാക്സ് റേറ്റ് സ്പെസിഫിക്കലി നമ്മളെ എക്സാമിന് ഇമ്പോർട്ടന്റ് അല്ല. പല ആൾക്കാരുടെ വിചാരം എന്താ വെച്ച് കഴിഞ്ഞാൽ ടാക്സ് റേറ്റ് ഒക്കെ മാറിയില്ലേ, പണി പാളിയല്ലോ എന്നുള്ള. ഒന്നുമില്ല, നമ്മളെ സിലബസിൽ ടാക്സ് റേറ്റിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. ടാക്സ് റേറ്റ് ഒന്നും കാണാപ്പാഠം പഠിക്കാനൊന്നുമില്ല. സോ ടാക്സ് റേറ്റ് മാറിക്കോട്ടെ, പ്രശ്നമില്ല, നിങ്ങൾ അറിഞ്ഞു വെക്കുക. ഇപ്പം ഈ 12ഉം 28ഉം ഇല്ല എന്നുള്ള കാര്യം അറിഞ്ഞു വെക്കുക. അപ്പൊ അതിന്റെ എഫക്ട് നമുക്ക് GTA-യിലും അതേപോലെ തന്നെ മറ്റേ റെന്റിങ് ഓഫ് മോട്ടോർ വെഹിക്കിളിലും കണ്ടു. ഇതൊക്കെ തിരുത്തണേ, നിങ്ങളെ ബുക്കിൽ പഴയത് 12 ആണെങ്കിലും ഒക്കെ 18 മാറ്റണേ. ഇത്രയുള്ള IDT അമെന്റ്മെന്റ്. നിങ്ങൾ IDT അമെന്റ്മെന്റ് ഓർത്ത് ഭയങ്കര ബേജാറാവേണ്ട ആവശ്യമില്ല. സിമ്പിൾ അമെന്റ്മെന്റ്സ്. ഓക്കെ, സോ ഐ തിങ്ക് ഇറ്റ്സ് ഫൈൻ. നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങളുടെ കമന്റ് ആണ് എൻ്റെ എന്താ പറയാ, എൻ്റെ ഊർജം, എൻ്റെ എനർജി, എൻ്റെ പവർ, എൻ്റെ അത്, എൻ്റെ ഇത്. സോ കമന്റ് യുവർ സജഷൻ, യുവർ സംതിങ്, എന്തെങ്കിലും കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ സന്തോഷം. അപ്പം ശരി, സി യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.